ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ചുരക്ക വച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോംബോ റെസിപ്പിയുമായാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ചുരക്ക വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ദിവസവും ചുരക്ക വെച്ചിട്ട് ഇത് തയ്യാറാക്കാൻ നിങ്ങൾ ശ്രമിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായും കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു സൈസിലുള്ള ചുരക്ക എടുത്തിട്ടുണ്ട്. നമ്മൾ ചുരക്ക വാങ്ങുമ്പോൾ നമ്മുടെ നഖം കൊണ്ട് ഇതുപോലെ പിച്ചി നോക്കണം. ഇതുപോലെ തൊലി ഇളകി വരുന്നുണ്ടെങ്കിൽ ഇതാണ് ടേസ്റ്റി ആയിട്ടുള്ള ചുരക്ക. അല്ലാതെ കട്ടി തൊലിയുള്ള ചുരക്ക വാങ്ങരുത്, അതൊട്ടും തന്നെ ടേസ്റ്റ് കാണില്ല. ഇനി നമുക്ക് ഈ ചുരക്ക നല്ല വൃത്തിയാക്കി എടുക്കാം. അതിനായിട്ട് രണ്ട് വശത്തും നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഒരു പീലർ വെച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം. ഇപ്പോൾ ഇത് തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകാം. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിനകത്തുള്ള ഈ കുരുവൊക്കെ നമുക്ക് മാറ്റാം. സാധാരണ ഞാൻ എപ്പോഴും ഇത് കളയാറാണുള്ളത്. എന്നാൽ ഈ ചുരക്ക നല്ല പിഞ്ച് ചുരക്കയാണ്. അപ്പോൾ വിത്തൊക്കെ നല്ല ചെറുതാണ്. അതുകൊണ്ട് ഇത് എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. നല്ല ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണമെന്നില്ല. നമ്മളിത് മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളെടുത്ത ചുരക്ക മുഴുവൻ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചുരക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളിയുടെ അല്ലി ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം, അതായത് ചെറിയ ജീരകം ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കണമെന്നില്ല. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടും. കാരണം ഈ ചുരക്കയിൽ നല്ല വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴിതാ നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മളിതാ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പച്ച നിറത്തോടു കൂടിയാണ് ഈ ഒരു പേസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത പേസ്റ്റ് മാറ്റാം. പേസ്റ്റ് മുഴുവൻ നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗോതമ്പ് പൊടി 1 കപ്പാണ് ചേർക്കുന്നത്. ഇനി ആവശ്യമാണെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്നും തന്നെ ചേർക്കണ്ട. നമ്മൾ അരച്ചെടുത്ത ചുരക്കയുടെ പേസ്റ്റ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ഇനി ഈ മിക്സിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചുരക്കയിൽ തന്നെ ധാരാളം വെള്ളത്തിൻ്റെ അംശമുണ്ട്. ആ ഒരു ചുരക്കയുടെ പേസ്റ്റ് വെച്ചിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന കൺസിസ്റ്റൻസിലാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ മാവ് കുഴച്ചപ്പോൾ എനിക്ക് കുറച്ച് മാവ് കുറവ് തോന്നി. അതുകൊണ്ട് കുറച്ചും കൂടി ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തത്. മാവ് നന്നായി പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ ഇതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടും. മാവ് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഈ റെസിപ്പിക്ക് കോമ്പിനേഷനായ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ടേസ്റ്റിയായ സൈഡ് ഡിഷ് തയ്യാറാക്കുന്നത് പനീർ വെച്ചിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് പനീർ കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതും വളരെ എളുപ്പത്തിൽ, അതും വളരെ സിമ്പിൾ മെത്തേഡിലാണ് കാണിക്കുന്നത്. ടേസ്റ്റ് സൂപ്പറായിരിക്കും. ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പനീർ കറി വാങ്ങില്ല. അത്ര നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഈ പനീർ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. നമ്മൾ ഈ പനീർ റെസിപ്പിയിലോട്ട് ലാസ്റ്റാണ് ചേർക്കുന്നത്. ആ സമയത്ത് ഈ പനീർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചെറുതായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ഏലക്ക ചേർക്കാം. ഒരു 3 ഗ്രാമ്പു ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലി, ഇത് രണ്ടും ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഞാനൊരു 3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം.
ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്. തുടക്കത്തിലെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ഇത് വഴറ്റുന്നത്. ഇനി ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് അല്പം ഒന്ന് വാടി കിട്ടണം. നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഈ സവാളയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെയാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. ഞാൻ ഇതോടൊപ്പം ഒരു 6 കശുവണ്ടി കൂടി ചേർക്കുന്നുണ്ട്. കശുവണ്ടി ചേർക്കുമ്പോഴാണ് നമുക്ക് ആ റെസ്റ്റോറൻറ്റ് പനീർ കറിയുടെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഈ ഒരു സവാള നന്നായി ഒന്ന് വാടി വരുന്നത് വരെ മാത്രം നമ്മൾ വഴറ്റിയാൽ മതി. ഒത്തിരി നേരം വഴറ്റണ്ട. ഇപ്പോഴിതാ സവാള നല്ല രീതിയിൽ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നമ്മൾ എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇത് അല്പം കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. നമ്മൾ ചേർത്ത മസാലപ്പൊടിയുടെ പച്ച മണം മാറി കിട്ടുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി. നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. തക്കാളി അല്പം കൂടുതലായിട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ സവാള എടുത്തതിനേക്കാളും അല്പം കൂടുതൽ തക്കാളിയാണ് ഈ ഒരു റെസിപ്പിയിൽ ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളി നന്നായി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. എന്നാൽ ഇടയ്ക്ക് തുറന്ന് വഴറ്റി കൊടുക്കുകയും വേണം. അപ്പോഴേക്ക് ഈ തക്കാളി നന്നായി വാടി കിട്ടും. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ ചേർത്ത തക്കാളിയും നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതേപോലെയാണ് തക്കാളി വാടി കിട്ടേണ്ടത്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായി വയ്ക്കാം. ഇപ്പോൾ മസാലക്കൂട്ട് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഈ മസാലകളെല്ലാം തന്നെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ നമ്മൾ വഴറ്റിയെടുത്ത ആ കടായിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയൊക്കെ വഴറ്റിയെടുത്ത അതേ കടായി വീണ്ടും സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കടായി ചൂടാകാനായിട്ട് വയ്ക്കാം. കടായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ഇതുപോലെ മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മസാല കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം നമ്മുടെ മിക്സി ജാറിലേക്ക്, നമ്മൾ അരച്ചെടുത്ത ആ മിക്സി ജാറിൽ തന്നെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു പനീർ റെസിപ്പി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അല്പം മാത്രമാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് വേവിക്കാം. എന്നാൽ ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുകയും വേണം. ആ ഒരു സമയത്ത് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോഴിതാ 3-4 മിനിറ്റിന് ശേഷമാണ് തുറന്നു നോക്കുന്നത്. ഇപ്പോൾ ഗ്രേവി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ ചേർക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരുന്ന പനീർ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പനീറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീർ ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ചേർക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഗരം മസാല മിസ് ചെയ്യാതെ ചേർക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പാട ചേർക്കാം. ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. ഫ്രഷ് ക്രീം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ വീട്ടിലുള്ള പാൽപ്പാട ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പാൽപ്പാടയാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോഴും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോഴിതാ ടേസ്റ്റി ആയിട്ടുള്ള പനീർ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയാണ് ഇത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയാൽ ഉറപ്പായിട്ടും റെസ്റ്റോറൻറ്റിൽ പോയി പനീർ റെസിപ്പി വാങ്ങി കഴിക്കില്ല. അത്രയ്ക്കും ഈ റെസിപ്പി സൂപ്പറാണ്.
ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ടുള്ള മാവ് എടുക്കാം. മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചപ്പാത്തിക്ക് മാവ് എടുക്കുന്ന രീതിയിൽ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഈ ഒരു അളവിലാണ് ഞാൻ ഉരുള ഉണ്ടാക്കിയെടുത്തത്. ഇനി ഒരു ചപ്പാത്തി പരത്തുന്ന പലക എടുക്കാം. ഇനി ചപ്പാത്തിക്ക് മാവ് എങ്ങനെയാണോ പരത്തിയെടുക്കുന്നത് ആ ഒരു രീതിയിൽ മാവ് പരത്തിയെടുക്കാം. എന്നാൽ ഈ ഒരു മാവ് നല്ല കട്ടി കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോഴേ നമ്മൾ ചേർത്ത ആ ചുരക്കയൊക്കെ നന്നായി വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോഴിതാ ആദ്യത്തെ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടാണ് ഞാൻ പരത്തിയെടുത്തത്. ഈ ഒരു കട്ടിയിലാണ് പരത്തിയെടുത്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. കട്ടി കുറച്ചിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം. ഇപ്പോഴത്തെ നമ്മൾ മുഴുവൻ മാവും പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല കട്ടി കുറച്ച് പരത്തിയെടുത്തു. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ അടുപ്പത്തേക്ക് വെക്കാം. തവ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ പരത്തിയെടുത്തിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് രണ്ട് വശവും നന്നായി ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചതുകൊണ്ട് മാവ് നന്നായി പൊങ്ങി വരുന്നത് കാണാം. രണ്ട് വശവും നന്നായി പൊള്ളി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ചുരക്ക ചേർത്തിട്ടുള്ള ചപ്പാത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. ഈ ഒരു ചപ്പാത്തി നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചുരക്ക തേടി നടക്കും. അത്ര നല്ല ടേസ്റ്റാണ് ഈ ചുരക്ക ചേർത്തിട്ടുള്ള ചപ്പാത്തി. കറികളൊന്നും ചേർക്കാതെ ഈ ചപ്പാത്തി കഴിക്കാൻ പറ്റും. ചുരക്കയിൽ ധാരാളം വെള്ളത്തിൻ്റെ അംശമുണ്ട്. ചൂടുകാലത്ത് ഈ ചുരക്കയുടെ റെസിപ്പികളൊക്കെ ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ഭക്ഷണമാണ് ഈ ചുരക്ക. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ചുരക്ക. ഇതിന് ശരീരത്തിലെ ഇൻസുലിൻ്റെ തോത് ക്രമീകരിച്ച് നിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് നല്ലൊരു ഭക്ഷണമാണ് ഈ ചുരക്ക. BP കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും സഹായിക്കും. കരളിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും മൂത്രാശയ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഇതിന് സാധിക്കും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റി മുടിക്ക് നല്ല തിളക്കം നൽകാൻ സഹായിക്കുന്നതുമാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നൽകാനും ഈ ചുരക്കയ്ക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് ഈ ചുരക്ക. അപ്പോൾ ചുരക്ക നമുക്ക് ഈ ഒരു രീതിയിൽ മാവിൽ ചേർത്തിട്ട് റെസിപ്പി തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇതിനോടൊപ്പം കഴിക്കാനായി തയ്യാറാക്കിയ പനീർ റെസിപ്പി ഉറപ്പായിട്ടും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പനീറിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണ് പനീർ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു പനീർ റെസിപ്പി റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് കാണിച്ച ടേസ്റ്റി ആയിട്ടുള്ള ഈ രണ്ട് റെസിപ്പികളും കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.